ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ, കർത്താവിൻ്റെ അടുത്തിരിക്കാൻ, അവിടുത്തെ വചനം കേൾക്കാനൊക്കെ ഈശോ നമുക്ക് ഒരുക്കി തരുന്ന ഈ അവസരങ്ങളൊക്കെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നിങ്ങൾക്ക് ഇന്നൊരു ദിവസം വളരെ നന്നായിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്ന് അച്ഛൻ വിശ്വസിക്കുന്നു. നാളെ കൂടുതൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു പുസ്തകമാണ്. ഒത്തിരി പേരൊക്കെ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും, തീർച്ചയായിട്ടും ഒക്കെ കണ്ടിട്ടുണ്ടാവും. എനിക്ക് പുസ്തകത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരുമ്പോൾ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, തീർച്ചയായിട്ടും നിങ്ങൾ ഒത്തിരി വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ? നിങ്ങളുടെ ഇടവകയിൽ ഒരു വികാരിയച്ഛനുണ്ട്, നിങ്ങളുടെ സൗഹൃദങ്ങളിൽ വൈദികരുണ്ട്, നിങ്ങളെ ആത്മീയമായിട്ട് മുന്നോട്ട് നയിക്കുന്ന വൈദികരുണ്ട്, നിങ്ങളുടെ ബന്ധുജനങ്ങളിൽ സൗഹൃദങ്ങളിലൊക്കെ വൈദികരുണ്ട്. ഈ നമ്മുടെ പ്രിയപ്പെട്ട വൈദികർക്ക് വേണ്ടിയൊക്കെ ഒരു സമ്മാനം എപ്പോഴെങ്കിലും, ഫോർ എക്സാമ്പിൾ ഒരു ഓർഡിനേഷൻ ആനിവേഴ്സറി വരുന്നു. എന്നാൽ ഈ അടുത്തിടയ്ക്ക് ഒരു ചേച്ചി ഇങ്ങനെ ചോദിച്ചു, ആ ചേച്ചിയുടെ ഫാമിലിയിലൊരു കൊച്ചച്ഛൻ്റെ ഓർഡിനേഷൻ ആനിവേഴ്സറിയാണ്. അപ്പോൾ എന്ത് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കും? പണ്ടൊക്കെ അച്ഛന്മാർക്ക് നമ്മളിങ്ങനെ ലോഹത്തുണിയൊക്കെ മേടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒത്തിരി ലോഹത്തുണി ഉണ്ടെന്ന് തോന്നുന്നു. ഒരു പുസ്തകം അച്ഛന്മാർക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റിയാൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി പുസ്തകങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ വൈദികരെ കുറിച്ചുള്ളൊരു പുസ്തകം. ഒത്തിരി പുസ്തകങ്ങളുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനുള്ളത്, ഈ പുസ്തകം അച്ഛന്മാർക്ക് മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലല്ല. അത് മിക്കവാറും എല്ലാ അച്ഛന്മാരുടെ കയ്യിലും കാണും, അവരോടൊന്ന് ചോദിച്ചിട്ട് മേടിച്ചു കൊടുത്താൽ മതി. പക്ഷെ നിങ്ങളെല്ലാവരും പേഴ്സണലി ഒന്ന് വായിക്കാൻ എടുക്കേണ്ട ഒരു പുസ്തകമാണ്. ഈ പുസ്തകം തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുക. ഇൻസിനു യേസു, ഈശോയുടെ ഹൃദയത്തിൽ നിന്ന്. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെയൊക്കെ പേര് അങ്ങനെയാണല്ലേ, ഈശോയുടെ ഹൃദയത്തിൽ നിന്ന്. ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുമ്പോൾ, ശരിക്കും ഒരു ചിത്രം നിങ്ങൾക്ക് വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. യോഹന്നാൻ സ്ലിഹ ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഒരു കേന്ദ്രം തന്നെ ഇങ്ങനെയാണ്: ആരാധനയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈശോ തൻ്റെ വൈദികരോട് ആവശ്യപ്പെടുകയാണ്. ആരാധിക്കുന്ന വൈദികരെയാണ് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമെന്ന്. അപ്പോൾ ഇങ്ങനെ ഈശോ ഇങ്ങനെ ഈ പുസ്തകത്തിലൂടെ ഒരു ബെനഡിക്റ്റിയൻ സന്യാസിക്ക് കൊടുക്കുന്ന സന്ദേശങ്ങളുടെ ഒരു കളക്ഷനാണ്. അപ്പോൾ അദ്ദേഹത്തോട് പറയുന്നതാണ്, എൻ്റെ ആരാധകനായ വൈദികനായി തീരുക നീ. മറ്റൊന്നുമല്ല, ബാക്കി എല്ലാ കാര്യങ്ങളും നീ ചെയ്തോ, അതിനുള്ള കൃപ നിനക്ക് ഞാൻ തരും. പക്ഷെ എനിക്ക് നിന്നിൽ നിന്ന് ആവശ്യമുള്ളൊരു കാര്യം, നീ എൻ്റെ മുമ്പിൽ ആയിരിക്കണം. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം, നീ എൻ്റെ ആരാധകനായിരിക്കുക, ഈശോയുടെ മുമ്പിൽ അഡോറേഷൻ ഇരിക്കുക എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ, ഇതിപ്പോൾ വൈദികർക്ക് വേണ്ടിയില്ല, കൂടുതലും വൈദികരെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അതിനകത്ത് എഴുതിയേക്കുന്നത്. പക്ഷെ ഇത് പേഴ്സണലി നിങ്ങൾ ഓരോരുത്തരും വായിച്ചിരിക്കണം. കാരണം നമ്മളും ആരാധനയ്ക്ക് ഇരിക്കേണ്ടവരാണല്ലേ, വചനം വായിക്കേണ്ടവരാണ്, ഈശോയോടുള്ള സ്നേഹത്തിൽ വളരുന്നവരാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു വൈദികനോ ഒരു സന്യസ്തയ്ക്ക് മാത്രമല്ല, വ്യക്തിപരമായിട്ട് ഇത് വായിക്കുന്ന എല്ലാവർക്കും ഇത് ഒത്തിരി സഹായമായിട്ട് മാറും. ഞാൻ ഈ പുസ്തകത്തിൽ ഒരു കാര്യം മാത്രം ഒന്ന് വായിക്കും. എനിക്ക് തോന്നുന്നത് പൊതുവായിട്ട് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം തോന്നുന്നു. 85-ാമത്തെ പേജിൽ ഈശോ ഇങ്ങനെ ഒരു സന്ദേശം കൊടുക്കുകയാണ്: എൻ്റെ സ്നേഹത്തിൻ്റെ കൂദാശയിൽ എന്നെ അഭിവാദനം ചെയ്യാൻ, ആരാധിക്കാൻ, എന്നോടൊപ്പമായിരിക്കാൻ ലഭിക്കുന്ന ഒരവസരവും ഒരു നിമിഷത്തേക്കെങ്കിൽ പോലും നീ പാഴാക്കരുതെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ, ഒരു കുഞ്ഞ് സ്റ്റേറ്റ്മെൻ്റ് ആണത്. ഈശോ പറയാണ്, നിനക്ക് എൻ്റെ അടുത്തിരിക്കാൻ, നിനക്ക് എന്നെ ആരാധിക്കാൻ, മോളെ, നിനക്ക് കിട്ടുന്ന ഒരു അവസരം പോലും നീ വെറുതെ കളയലെന്ന്. ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുക, ആരാധിക്കാൻ പോയിരിക്കുന്നവർ. പ്രിയപ്പെട്ട സൗരങ്ങളെ, നിങ്ങൾ ഇന്ന് ജോലിക്ക് പോയില്ലേ, ഇന്ന് പഠിക്കാൻ പോയി, നിങ്ങളുടെ ശുശ്രൂഷകൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയി. എനിക്കറിയില്ല നിങ്ങൾ ജോലി ചെയ്യുന്ന പഠിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു ആരാധന ചാപ്പലുണ്ടോ, ഒരു ദേവാലയം അടുത്തുണ്ടോ എന്ന്. ചുമ്മാ അതിൽ കൂടെ കടന്നു പോകുമ്പോഴേ ജസ്റ്റ് ഗോ ഇൻസൈഡ്, സേ ഹായ്. ഈശോയോടൊന്ന് ചുമ്മാ ഒരു ഹായ് പറഞ്ഞിട്ട് അങ്ങ് പോവുക. ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എന്നുവെച്ചാൽ ഒരു നിമിഷം നിനക്ക് കിട്ടിയ ആ നിമിഷം പോലും നീ എന്നെ ആരാധിക്കുന്നതിൽ നിന്ന് പാഴാക്കരുത്, അത് നിനക്കൊരു വലിയ അനുഗ്രഹമായി തീരുന്ന ഈശോ പറയുക. പ്രിയപ്പെട്ട സൗരങ്ങൾ, ഈ പുസ്തകം നിങ്ങൾക്ക് ഓരോരുത്തർക്കും പേഴ്സണലി വായിക്കാൻ വേണ്ടിയിട്ട്, ഈ പുസ്തകത്തിൻ്റെ റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ പ്രൊമോഷനോ ഒന്നും അല്ല കേട്ടോ. ഈ പുസ്തകം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട വൈദികർക്ക് ആരെങ്കിലും ഒക്കെ ഈ പുസ്തകം അവരുടെ കയ്യിലില്ലെങ്കിൽ ഒന്ന് മേടിച്ചു കൊടുക്കുന്നു, ഒരു ഗിഫ്റ്റായിട്ട് ഒക്കെ മേടിച്ചു കൊടുക്കാൻ നല്ലതാണ്. രാത്രിയിൽ ഈ ഒരു പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ ഈശോയുടെ നാമത്തിൽ ഞാൻ ഉറങ്ങാൻ വേണ്ടി വിടുകയാണ്. ശാന്തമായിട്ട് കടന്നുറങ്ങുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോയുടെ അടുത്തിരിക്കാൻ, എന്ത് വേദനകളും എന്ത് ടെൻഷൻ വരുമ്പോഴും ഈശോയുടെ അടുത്തിരിക്കാൻ ഒരു കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.